സംഭാൽ ശാന്തമല്ല. യോഗി സർക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയെന്ന റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിൽ എത്തിയത്. ഉത്തർപ്രദേശിലെ സംഭാൽ ജില്ലയിൽ ഞായറാഴ്ച പുലർച്ചെ ഷാഹി ജുമാ മസ്ജിദിന്റെ സർവേ നടത്തുന്നതിനായി എത്തിയ സർവേയർമാരുടെ സംഘത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. സുരക്ഷയ്ക്കായി പോലീസിനെ വിന്യസിച്ചുവെങ്കിലും സംഘർഷം രൂക്ഷമായി. സർവേയെക്കുറിച്ച് പോലീസുമായി നടന്ന വാക്കേറ്റമാണ് പിന്നീട് സംഘർഷത്തിലേക്ക് വഴിമാറിയത്. വാഹനങ്ങൾ കത്തിക്കുകയും സർവേ നടത്തുന്നവർക്ക് നേരെ കല്ലേറുമുണ്ടായി. ഇതിനിടയിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും 3 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. സർവേ തടയാനെത്തിയ യുവാക്കളാണ് സംഘർഷത്തിനിടെ കൊല്ലപ്പെട്ടത്. 20 പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. കോടതി ഉത്തരവ് അനുസരിച്ചാണ് ഉദ്യോഗസ്ഥർ സർവേക്കെത്തിയത്. സംഘർഷത്തെ തുടർന്ന് സംഭാൽ താലൂക്കിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ്. 12ാം ക്ലാസ് വരെയുള്ള വിദ്യാലയങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. ഷാഹി ജുമാ മസ്ജിദിന് സമീപം തടിച്ചുകൂടിയ ആളുകൾ സർവേ സംഘം ജോലി ആരംഭിച്ചതോടെ മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി. തുടർന്നാണ് സംഘർഷമുണ്ടായത്. പ്രതിഷേധക്കാർ കെട്ടിടത്തിന് മുകളിൽ നിന്നും ഷാഹി ജുമാ മസ്ജിദിന് മുന്നിൽ നിന്നും പോലീസുകാർക്ക് നേരെ കല്ലെറിഞ്ഞതോടെ ഇടുങ്ങിയ ഇടവഴിയിൽ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനായി പോലീസ് ലാത്തിചാർജ് നടത്തുകയും പിന്നീട് വെടിവെക്കുകയുമായിരുന്നു. 1529-ൽ മുഗൾ ചക്രവർത്തിയായ ബാബർ ഈ സ്ഥലത്ത് നിലനിന്നിരുന്ന ക്ഷേത്രം തകർത്തുവെന്നാണ് ഹിന്ദുപക്ഷത്തിന്റെ ആരോപണം. ബാബർ ഹരിഹർ മന്ദിർ തകർത്ത് ജുമാ മസ്ജിദ് പണികഴിപ്പിച്ചെന്നാരോപിച്ച ഹിന്ദു സംഘടനകൾ നവംബർ 19-ന് സംഭാലിലെ പ്രാദേശിക കോടതിയെ സമീപിച്ചിരുന്നു. സിവിൽ ജഡ്ജി ആദിത്യ സിംഗ് സർവേ നടത്താൻ ഉത്തരവിടുകയും റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സമയപരിധി നവംബർ 29 ആക്കുകയും ചെയ്തു. ഒരു സംരക്ഷിത സ്മാരകമാണ് ജുമാ മസ്ജിദ്. 1920 ഡിസംബർ 22-ന് പുരാതന സ്മാരക സംരക്ഷണ നിയമത്തിന്റെ 1904-ലെ സെക്ഷൻ 3 സബ്സെക്ഷൻ 3 പ്രകാരം വിജ്ഞാപനം ചെയ്ത ഇത് ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആകെ 8 ഹർജിക്കാരാണ് സംഭാൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇവരിൽ ജ്ഞാനവാപി പള്ളി കാശി വിശ്വനാഥ് തർക്കത്തിൽ അഭിഭാഷകൻ കൂടിയായ ഹരിശങ്കർ ജെയിനും ഉൾപ്പെടുന്നു. അഭിഭാഷകൻ പാർത്ഥ് യാദവ് സംഭാലിലെ കൽക്കി ദേവി ക്ഷേത്രത്തിലെ മഹന്ത് ഋഷിരാജ് ഗിരിയും നോയിഡ നിവാസിയായ വേദ്പാൽ സിംഗ്, സംഭാൽ നിവാസികളായ രാകേഷ് കുമാർ, ജിത്പാൽ യാദവ്, മദൻപാൽ, ദീനനാഥ് എന്നിവരാണ് മറ്റ് ഹർജിക്കാർ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീ ഹരിഹർ ക്ഷേത്രം സാംഭാൽ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ജുമാ മസ്ജിദ് കമ്മിറ്റി ബലപ്രയോഗത്തിലൂടെയും നിയമവിരുദ്ധമായും ഉപയോഗിക്കുന്നുവെന്നാണ് ഹർജിയിൽ പറയുന്നത്. സംഭൽ ഒരു ചരിത്ര നഗരമാണെന്നും അതിന് ഹിന്ദു ശാസ്ത്രങ്ങളിൽ ആഴത്തിൽ വേരൂന്നിയ സവിശേഷമായ പ്രാധാന്യമുണ്ടെന്നും അതനുസരിച്ച് ഭാവിയിൽ കൽക്കി എന്നറിയപ്പെടുന്ന മഹാവിഷ്ണുവിന്റെ അവതാരം പ്രത്യക്ഷപ്പെടുന്ന ഒരു പുണ്യസ്ഥലമാണിതെന്നും ഹർജിയിൽ പറയുന്നു. പുരാതന കാലത്ത് മഹാവിഷ്ണുവും ശിവനുമടങ്ങുന്ന ഒരു അദ്വിതീയ വിഗ്രഹം ഉദയം ചെയ്തതായി ഹിന്ദു ഗ്രന്ഥങ്ങൾ സ്ഥിരീകരിക്കുന്നുവെന്നും അതിനാലാണ് ഇതിനെ ശ്രീ ഹരിഹർ ക്ഷേത്രമെന്ന് വിളിക്കുന്നതെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. സംഭാലിലെ ശ്രീ ഹരിഹർ ക്ഷേത്രം പ്രപഞ്ചത്തിന്റെ തുടക്കത്തിൽ ഭഗവാൻ വിശ്വകർമാവ് തന്നെ നിർമ്മിച്ചതാണെന്നും അതിൽ പറയുന്നു. 1526-ൽ ബാബർ ഇന്ത്യയെ ആക്രമിക്കുകയും ഇസ്ലാമിന്റെ ശക്തി കാണിക്കാൻ നിരവധി ഹിന്ദു ക്ഷേത്രങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. 1527-28 കാലഘട്ടത്തിൽ ബാബർ ആർമിയിലെ ലഫ്റ്റനന്റ് ഹിന്ദു ബേഗ് സംഭാലിലെ ശ്രീഹരിഹർ ക്ഷേത്രം ഭാഗികമായി തകർത്തുവെന്നും അത് മുസ്ലിങ്ങൾ പള്ളിയായി ഉപയോഗിക്കുന്നതിനായി ക്ഷേത്രകെട്ടിടം കൈവശപ്പെടുത്തിയെന്നും ഹർജിയിൽ പറയുന്നു. 1958-ൽ വന്ന നിയമപ്രകാരമാണ് സ്മാരകം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്നും നിയമത്തിലെ സെക്ഷൻ 18 പ്രകാരം പൊതുജനങ്ങൾക്ക് സംരക്ഷിത സ്മാരകത്തിലേക്ക് പ്രവേശനത്തിനുള്ള അവകാശമുണ്ടെന്നുമാണ് ഹർജിക്കാർ ഉന്നയിക്കുന്ന വാദം.